ഹായ് ഓൾ. 24 മണിക്കൂറും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു AI ഏജന്റിനെ നമുക്ക് MS എക്സലിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡെമോ വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ കയ്യിൽ ഉള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സ്റ്റോർ നെയിംസിൽ ഓരോ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് നടത്തിയിട്ടുള്ള സെയിൽസ് ആണ്. അതിൽ റീജിയൻ വൈസ് ഡാറ്റയുണ്ട്, പ്രൊഡക്റ്റ് കാറ്റഗറി ഉണ്ട്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, സെയിൽസ് എമൗണ്ട് ഉണ്ട്. ഈ ഡാറ്റ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് എക്സലിനകത്ത് എങ്ങനെയാണ് AI ഉപയോഗിച്ച് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. MS എക്സലിൽ ഏജന്റ് മോഡ് വഴി നമുക്ക് എളുപ്പത്തിൽ ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും രണ്ടും മൾട്ടിപ്പിൾ ഷീറ്റ്സ് ആയിട്ട് എക്സൽ തന്നെ നമുക്ക് ആ ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്ത് തരും. ഒരു പോയിന്റിൽ പോലും നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഫോർമുലാസ് ഒന്നും നമ്മൾ മാനുവലി ഇൻസേർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വൺസ് ഈ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഡാഷ്ബോർഡ് ഇമെയിൽ ആയിട്ടോ വാട്സപ്പ് ആയിട്ടോ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് ബാക്കിയുള്ളവർക്ക് നമുക്കിത് ഫോർവേഡ് ചെയ്യാൻ പറ്റണം. അത് ഓട്ടോമേറ്റ് ചെയ്യാനും സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ടൂളാണ് N8N എന്ന് പറയുന്ന ടൂള്. KPI ടേബിൾ എന്ന് പറഞ്ഞിട്ടും റീജിയണൽ സെയിൽസ് ടേബിൾ എന്ന് പറഞ്ഞിട്ടും 2 ഡാഷ്ബോർഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ 2 ഡാഷ്ബോർഡ്സും നമുക്ക് എന്ത് ചെയ്യണം? ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 ഡാഷ്ബോർഡ്സും എടുത്ത് അതിലെ ഡാറ്റ നമ്മൾ ആദ്യം മെർജ് ചെയ്യണം. മെർജ് ചെയ്തതിന് ശേഷം നമ്മൾ അതെന്ത് ചെയ്യും? ഇമെയിൽ ബോഡി കണ്ടന്റ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഇമെയിൽ ബോഡി കണ്ടന്റ് ആക്കി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ അയക്കപ്പെടേണ്ട ആർക്കാണ് ഇത് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ എല്ലാം ഇമെയിൽ ID ഉള്ളത് ഒരു ഗൂഗിൾ ഷീറ്റിലാണെന്ന് വിചാരിക്കുക. ആ ഗൂഗിൾ ഷീറ്റിൽ നിന്ന് ഇമെയിൽ IDയും നമ്മൾ ബോഡി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്തതിന് ശേഷം അത് നമ്മളൊരു ഇമെയിൽ നോഡിലോട്ട് ഇട്ട് കൊടുത്താൽ ഈ ഇമെയിൽ നോഡ് എന്ത് ചെയ്യും? നമുക്ക് ഇമെയിൽ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് ഇമെയിൽ നോഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്തായി? നോഡ് എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഒരു ഇമെയിൽ IDയിലോട്ട് ആ ഇമെയിൽ പോയിട്ടുണ്ടോ നോക്കാം. കണ്ടോ? ഒരു ഇമെയിൽ ID പുതിയത് വന്നിട്ടുണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് AMZ അക്കാദമി സെയിൽസ് ഡാഷ്ബോർഡ് എന്ന് പറയുന്നതാണ്. ഇന്നത്തെ ഡേറ്റ് ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിലെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. AMZ അക്കാദമി സെയിൽസ് ഡാഷ്ബോർഡ്, KPI പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, സെയിൽസ് ബൈ റീജിയൻ, അതിനൊരു ബാർ കോഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാർ കോഡ് കളറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആണ് ഈ പറയുന്ന പ്രോസസ്സ്. ആക്ച്വലി നമുക്ക് ഈ പറയുന്ന ഓട്ടോമേഷൻ ചാർട്ടിനകത്ത് ഒരാളെയും കൂടെ ഒരു ഷെഡ്യൂളർ ഓട്ടോമേഷനും കൂടെ നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു നോഡും കൂടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു പെർട്ടിക്കുലർ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ടോ? ഡേയ്സ് ഇൻ്റർവെല്ല്, സെക്കൻഡ്സ് ഇൻ്റർവെല്ല്, മിനിറ്റ് ഇൻ്റർവെല്ല്, ഹവേഴ്സ് ഇൻ്റർവെല്ല്, വീക്സ് ഇൻ്റർവെല്ലൊക്കെ കൊടുത്ത് എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഏത് സമയത്ത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം വരെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് ഇതെല്ലാം വർക്ക് ഫ്ലോ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കിയത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാഷ്ബോർഡ്സ് എല്ലാം ഇമെയിൽ വഴി ഓട്ടോമേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർക്ക് സെൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആക്ച്വലി നമുക്ക് ആ ഇമെയിൽ നോഡിന് പകരം വാട്സപ്പ് നോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ ബാക്കിയുള്ളവർക്ക് നമ്മുടെ ഡാഷ്ബോർഡ്സ് എല്ലാം റെഗുലർ ഇൻ്റർവെൽസിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെല്ലാം നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ കവർ ചെയ്യുന്നതാണ്. അതെല്ലാം കൂടാതെ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആക്ച്വലി ഈ സംസാരിക്കുന്ന ഞാൻ അജ്മലല്ല, അജ്മലിൻ്റെ AI അവതാറാണ്. എങ്ങനെ ഒരു AI അവതാർ ക്രിയേറ്റ് ചെയ്യണമെന്നും അതിൽ എങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്സിൽ എല്ലാവരെയും കാണാം. താങ്ക് യു.